ഹലോ ഗയ്സ്, അങ്ങനെ നമ്മുടെ മാടത്തോറ് മുമ്പേ പുതിയ പ്രൊമോയില് നമ്മുടെ അലീന നമ്മുടെ വല്യപ്പച്ചൻ്റെ അടുത്ത് നമ്മുടെ സ്വന്തം എന്താ പറയാ മുത്തശ്ശന്റെ അടുത്ത് ബ്രിജിത്ത മമ്മി തന്നെ നോക്കിയ കഥകളൊക്കെ പറയുവായിരുന്നു. ബ്രിജിത്ത മമ്മി തന്നെ നോക്കിയിട്ട് പറയുവായിരുന്നു, ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ദൈവം തന്നെയാണ് അച്ഛൻ എന്നൊക്കെ പറയുവായിരുന്നു എന്നുള്ളൊരു കഥ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുവാണേ. അപ്പൊ ഇത് നമ്മുടെ മുത്തശ്ശൻ കേട്ട് നിൽക്കുന്ന ശേഷം നമ്മുടെ മുത്തശ്ശൻ നമ്മുടെ കൊച്ചുമോളെ ആശ്വസിപ്പിച്ചുകൊണ്ട് വീടിനുള്ളിലേക്ക് ഇങ്ങനെ നടന്നു കയറുവാണ്. അപ്പൊ ഈ രംഗം കാണുന്ന അവിടുത്തെ പണിക്കാരൊക്കെ ഉണ്ടല്ലോ, അവര് പറയുന്നുണ്ട് അവളുടെ കയ്യിൽ എന്തോ ഒരു മാജിക് ഉണ്ട്, അതാണ് ആ കുട്ടിച്ചായനെ പെട്ടെന്ന് വീഴ്ത്തിയത് എന്നൊക്കെ അവരിങ്ങനെ പരസ്പരമൊക്കെ പറയുന്നുണ്ട്. അപ്പുറത്ത് നമ്മുടെ ഈ അച്ഛൻ വന്നിട്ട് നമ്മുടെ സ്റ്റാൻലിയുടെ അടുത്ത് പറയുന്നുണ്ട്, മോനെ നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അവൾക്ക് ആരാ ഉണ്ടാവുക? നിന്റെ ഭാര്യ വീട്ടുകാർ വന്ന് അവളെയും ഓടിക്കും എന്നെയും ഓടിക്കും. അവളുടെ കാര്യത്തിൽ എന്തെങ്കിലും നീ ചെയ്തേ പറ്റൂ എന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ. മിക്കവാറും വിവാഹം നടത്തുന്ന കാര്യമായിരിക്കും നമ്മുടെ മുത്തശ്ശൻ ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പുറത്ത് നമ്മുടെ വൈജയന്തി വന്ന് നമ്മുടെ ബാലചന്ദ്രന്റെ അടുത്ത് താൻ പുതിയ ജോലിക്ക് വീണ്ടും പോയി തുടങ്ങുവാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ബാലചന്ദ്രൻ വലുതായിട്ട് മൈൻഡൊന്നും ചെയ്യുന്നില്ലേ. അപ്പൊ വൈജയന്തി വീണ്ടും പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തു, എന്നോട് എന്തിനു പറയുന്നു? ഇങ്ങനെ ചോദ്യവും പറച്ചിലും തുടങ്ങാനാണെങ്കിൽ ഞാൻ ചോദിക്കുന്നതിനൊന്നും നിനക്ക് ഉത്തരം ഉണ്ടാവത്തില്ല എന്ന് ആക്കി പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ബാലചന്ദ്രൻ വൈജയന്തിനെ. ശേഷം നമ്മുടെ ബാലചന്ദ്രന്റെ വഴിക്കും വൈജയന്തിയുടെ വഴിക്കും പോകുന്നു. അപ്പൊ ബാലചന്ദ്രന്റെ അടുത്ത് നമ്മുടെ കൃഷ്ണമോള് വന്ന് അച്ഛൻ ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് നല്ല നിമിഷങ്ങളാണ് ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിക്കുന്നത്. കാത്തിരിക്കാട്ടോ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഗുഡ് ബൈ.